ഹലോ ഹായ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൗരയൂഥമാണ്, അല്ലെങ്കിൽ ഗ്രഹങ്ങളെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കുമ്പോൾ ഗ്രഹങ്ങളുടെ വലിപ്പക്രമം അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പോൾ വലിപ്പത്തിനനുസരിച്ച് ഉള്ള ഗ്രഹങ്ങൾ ഓർഡർ അനുസരിച്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് നിർബന്ധമാണ്. അപ്പോൾ ഗ്രഹങ്ങൾ അതിൻ്റെ വലിപ്പം അനുസരിച്ച് നോക്കുമ്പോൾ വ്യാഴത്തിൻ്റെ സ്ഥാനം 1, ആദ്യം വരേണ്ടത് വ്യാഴം, ശനി രണ്ടാമത്, യുറാനസ് മൂന്നാമത്, നെപ്റ്റ്യൂൺ 4, ഭൂമി 5. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് വലിപ്പക്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ സ്ഥാനം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തെന്ന് പറയണം? 5 ആണെന്ന് പറയണം. ഓക്കെ. പിന്നെ അതുപോലെ ശുക്രനാണെങ്കിൽ 6, ചൊവ്വയാണെങ്കിൽ 7, ബുധനാണെങ്കിൽ 8. നമുക്കറിയാം ടോട്ടൽ ഇപ്പോൾ നമുക്ക് സൗരയൂഥം എന്ന് പറയുമ്പോൾ 9 എങ്കിലും അതിലിപ്പോൾ 8 ഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. 9ാമത്തെ ഗ്രഹത്തെ നമ്മൾ അതിനെ കുള്ളൻ ഗ്രഹം എന്നൊരു പദവി കൊടുത്തു, പ്ലൂട്ടോയ്ക്ക്. ഓക്കെ, ഇപ്പോൾ അതുകൊണ്ട് അത് നിലവിൽ അതൊരു ഗ്രഹമല്ല. ഓക്കെ, നമ്മളതിനെ ഒരു ഗ്രഹമായിട്ട് കണക്കാക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ നിലവിൽ 8 ഗ്രഹങ്ങളാണ് ഉള്ളത്. ഓക്കെ, ശരി. ഇനി അടുത്ത് ഇതേപോലെ ഒരു ഓർഡറും കൂടെയുണ്ട്. ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നുള്ള അകലക്രമം. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ചോദിക്കുക. അതായത് സൂര്യനിൽ നിന്നുമുള്ള അകലക്രമേണ, അല്ലെങ്കിൽ സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ ഭൂമി എത്രാമത്തെ സ്ഥാനത്തിലാണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്തെന്ന് പറയണോടാ? 3ാമത്തെ സ്ഥാനമാണെന്ന് പറയണം. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ സൂര്യനിൽ നിന്നും അകലക്രമത്തിൽ ആദ്യം നിൽക്കുന്നത്, അല്ലെങ്കിൽ സൂര്യനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ബുധൻ, രണ്ടാമത് ശുക്രൻ, 3 ഭൂമി, 4 ചൊവ്വ, 5 വ്യാഴം, 6 ശനി, 7 യുറാനസ്, 8 നെപ്റ്റ്യൂൺ. ഓക്കെ, സൂര്യനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ബുധനും ഏറ്റവും അകലെ നിൽക്കുന്നത് നെപ്റ്റ്യൂണുമാണ്. ഓക്കെ, അപ്പോൾ ഭൂമിയുടെ സ്ഥാനം, സൂര്യനുമായുള്ള അകലക്രമത്തിൽ ഭൂമിയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 3 ആണ്. ഇനി നമുക്ക് ബുധനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ബുധൻ സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം. ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമാണ് ഏതെന്ന് പറയുന്നത്? ബുധൻ എന്ന് പറയുന്നത്. ഇനി ബുധൻ സൂര്യനിൽ നിന്നുള്ള അകലം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 6 കോടി കിലോമീറ്റർ. ഓക്കെ, 6 കോടി കിലോമീറ്റർ ആണ് ബുധനും സൂര്യനും തമ്മിലുള്ള അകലം. ഓക്കെ. ഇനി സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ. ഓക്കെ, പ്ലൂട്ടോ ആയിരുന്നു ഏറ്റവും ചെറിയ ഗ്രഹം. ഇപ്പോൾ അത് മാറി, ഇപ്പോൾ അത് ബുധനായിട്ടുണ്ട്. ഓക്കെ, സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം. ഇനി റോമാക്കാരുടെ സന്ദേശവാഹകന്റെ പേര്, അതാണ് ബുധൻ. ഓക്കെ, അവരുടെ ഈ പറയുന്ന റോമാക്കാരുടെ സന്ദേശവാഹകൻ എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്. ഓക്കെ, അതിൻ്റെ ആ ദൈവത്തിൻ്റെ പേര് മെർക്കുറി എന്ന. ഓക്കെ, മെർക്കുറി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് റോമാക്കാരുടെ സന്ദേശവാഹകന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ബുധൻ, അല്ലെങ്കിൽ മെർക്കുറി എന്ന് പറയുന്നത്. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം. ഇതിന് ഒരു ഉപഗ്രഹം ഇല്ല. ഓക്കെ, ഉപഗ്രഹങ്ങൾ ഇല്ല. ഭൂമിയോട് സാമ്യമായിട്ടുള്ള കാന്തിക മണ്ഡലമുള്ള ഗ്രഹം. പരീക്ഷയ്ക്ക് ചോദിക്കും, ഭൂമിയോട് സാമ്യമായിട്ടുള്ള കാന്തിക മണ്ഡലമുള്ള ഗ്രഹം ഏത് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്തെന്ന് ഉത്തരം പറയണം? ബുധൻ എന്ന് പറയണം. അതുപോലെ ഏറ്റവും വേഗത്തിൽ സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹമാണ് എന്തെന്ന് പറയുന്നത്? ഈ ബുധൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ സൂര്യനെ വലം വയ്ക്കുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന ബുധനിൽ ഒരു വർഷം എന്ന് പറയുന്നത് വെറും 88 ഭൗമ ദിവസങ്ങളായിരിക്കും, അല്ലെങ്കിൽ 88 ദിവസങ്ങളാണ് അവിടെ ഒരു വർഷമായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, കാരണം സൂര്യനെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വലം വയ്ക്കുന്ന ഗ്രഹം ഏതാ? ബുധന. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ വർഷങ്ങളിൽ മൊത്തം എത്ര ദിവസങ്ങളേ ഉള്ളൂ? 88 ദിവസങ്ങളേ ഉള്ളൂ. ഇനി ബുധനിൽ ഒരു വർഷം എന്നാൽ 88 ഭൗമ ദിവസങ്ങളാണ്, നമ്മളിപ്പോൾ പറഞ്ഞതാണ്. അടുത്ത് ബുധന്റെ ഭ്രമണകാലം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 58.65 ദിവസമാണ് ഭ്രമണകാലം എന്ന് പറയുന്നത്. ഇനി വായുമണ്ഡലമില്ലാത്തതിനാൽ ദിവസങ്ങൾക്ക് കടുത്ത ചൂട്, രാത്രികൾക്ക് കടുത്ത തണുപ്പും അനുഭവപ്പെടുന്നു. അവിടെ ഒരു വായുമണ്ഡലമില്ല. നമുക്കിവിടെ ആണെങ്കിൽ വായുമണ്ഡലമുണ്ട്, ഓക്സിജൻ
പോലെയുള്ള നമുക്ക് ശ്വസിക്കാൻ പറ്റുന്ന വായുമണ്ഡലങ്ങളുണ്ട്. പക്ഷേ ഈ പറയുന്ന ബുധനിൽ വായുമണ്ഡലങ്ങളിൽ, അതുകൊണ്ട് തന്നെ വായുമണ്ഡലം ഇല്ലാത്തത് കൊണ്ട് തന്നെ രാവിലെ ആകുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? രാവിലെ ചൂടും, കടുത്ത ചൂടും, രാത്രി കടുത്ത തണുപ്പുമായിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ സിലിക്കേറ്റ് എന്ന പാളികൾ രൂപം കൊണ്ട് ഉപരിതലം മൂടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, സിലിക്കേറ്റ് എന്ന പാളികൾ പരീക്ഷയ്ക്ക് ചോദിക്കും. ബുധന്റെ ഉപരിതല പാളികൾ എന്തുകൊണ്ടാണ് ആവരണം ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അതിന്റെ ഉത്തരം സിലിക്കേറ്റ് ആണ്. ഓക്കെ, സിലിക്കേറ്റ് ആണ്. ഇനി അടുത്ത ശുക്രൻ. ഇവിടെ ശുക്രൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹമാണ് ശുക്രൻ. ഓക്കെ, ഹരിതഗൃഹ പ്രഭാവമാണ് ചൂട് കൂടാൻ കാരണം. ഓക്കെ, ഹരിതഗൃഹ പ്രഭാവമാണ് ശുക്രനിൽ ചൂട് കൂടാൻ കാരണം. പ്രഭാത നക്ഷത്രം, സായാഹ്ന നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്നു. നമ്മൾ രാവിലെ എണീറ്റ് നോക്കുകയാണെങ്കിൽ, സൂര്യൻ ഉദിക്കുന്ന ആ ഒരു ടൈമിൽ നോക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് ആദ്യം കാണുന്ന നക്ഷത്രം ശുക്രനായിരിക്കും. അതുപോലെ സൂര്യാസ്തമയ സമയത്ത് ഒരു 6 മണി ടൈമിലൊക്കെ നോക്കുകയാണെങ്കിൽ ആദ്യം തെളിയുന്ന നക്ഷത്രം ശുക്രനായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പ്രഭാത നക്ഷത്രവും പ്രദോക്ഷ നക്ഷത്രം അല്ലെങ്കിൽ സായാഹ്ന നക്ഷത്രവും എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നു. ഇവിടെ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നത് ഭൂമിക്ക് സമാനമായിട്ടുള്ള വലിപ്പമുള്ളത് കൊണ്ടാണ്. ശുക്രനും ഭൂമിക്ക് ഏകദേശം ഒരേ വലിപ്പമാണ്. അതുകൊണ്ടാണ് ഭൂമിയുടെ ഇരട്ട എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ശുക്രൻ. ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് ശുക്രൻ. വലിപ്പത്തിൽ 6ാം സ്ഥാനമാണ് ശുക്രനുള്ളത്. വലിപ്പത്തിൽ 6ാം സ്ഥാനമാണ് ശുക്രനുള്ളത്. കിഴക്ക് നിന്നും പടിഞ്ഞോട്ട് കറങ്ങുന്ന ഗ്രഹം ആയതുകൊണ്ട് സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ച് കിഴക്ക് അസ്തമിക്കുന്നു. ഓക്കെ, ഭൂമിയിലാണെങ്കിൽ നേരെ തിരിച്ചല്ലേ സംഭവിക്കുക. അതായത് കിഴക്ക് സൂര്യൻ ഉദിച്ചിട്ട് പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ശുക്രനിൽ നേരെ ഓപ്പോസിറ്റ്, പടിഞ്ഞാറ് സൂര്യൻ ഉദിച്ചിട്ട് കിഴക്ക് അസ്തമിക്കുന്നു. ഇനി റോമാക്കാരുടെ പ്രണയ ദേവതയുടെ പേരാണ് ശുക്രൻ. ഓക്കെ, അല്ലെങ്കിൽ ആ പറയുന്ന ശുക്രൻ എന്ന റോമാക്കാരുടെ പ്രണയ ദേവതയുടെ പേര് നൽകിയിരിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. ശുക്രൻ എന്തില്ല? ഉപഗ്രഹങ്ങളില്ല. ഓക്കെ, വളരെ നല്ലത്. ശുക്രന് ഉപഗ്രഹങ്ങളില്ല. ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ് ശുക്രൻ. കാരണം എന്താ? ഏറ്റവും ചൂട് കൂടിയ ഗ്രഹമാണ് ശുക്രൻ. അതുകൊണ്ട് തന്നെ ഏറ്റവും തിളക്കവും ഇവിടെ തന്നെ ആയിരിക്കും, ഇവിടെ ശുക്രനിൽ തന്നെ ആയിരിക്കും. ഓക്കെ, വർഷത്തെക്കാളും ദിവസത്തിന് ദൈർഘ്യം കൂടുതലുള്ള ഗ്രഹം, അതായത് വർഷത്തെക്കാളും ദിവസത്തിന് ദൈർഘ്യം കൂടുതലുള്ള ഗ്രഹമാണ് എന്തെന്ന് പറയുന്നത്? ശുക്രൻ എന്ന് പറയുന്നത്. ശുക്രന്റെ ഭ്രമണകാലം 243 ദിവസമാണ്. അതായത് സൂര്യനെ വലം വയ്ക്കാൻ വേണ്ടിയിട്ട് 243 ദിവസം വേണ്ടി വരും. ശുക്രനിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതനിര, അത് മാക്സ്വെൽ മൗണ്ട് എന്ന് പറയുന്ന ഒരു പർവ്വതനിരയാണ്. ഓക്കെ, ശുക്രനിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതനിരയാണ് മാക്സ്വെൽ മൗണ്ട് എന്ന് പറയും. ഓക്കേടാ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇതിൻ്റെ PDF ഗ്രൂപ്പിൽ തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചായിട്ടാണ് പഠിച്ചു പോകുന്നത്. ഈ പഠിക്കുന്ന കാര്യങ്ങളൊന്നും മറക്കരുത്. ഡെയിലി എടുത്ത് എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.